ഈ മാസത്തിന്റെ തുടക്കം നാം നിൽക്കുന്ന ആത്മീയ പടിയിൽ നിന്ന്, നാം നിൽക്കുന്ന ആ ഒരു ആത്മീയ അനുഭവത്തിൽ നിന്ന് കൂടുതൽ ദൈവത്തോട് അടുത്തു ചെല്ലാൻ, കുറച്ചും കൂടെ കർത്താവിനെ അറിയാൻ, കുറച്ചും കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, കുറച്ചും കൂടെ കർത്താവിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ ദൈവം ഒരു സ്വർഗീയ വരം നമ്മുടെ മേൽ പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായി തീരട്ടെ. കേവലം മറ്റെന്തെങ്കിലും നടന്നു കിട്ടാനുള്ള ഒരു ദൈവികാശ്രയത്വമായിട്ടല്ല, കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഇത് മാറട്ടെ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരാളുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തൊരു തോട്ട് ഇതാണ്: നമ്മുടെയൊക്കെ അന്യഭാഷകളിൽ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, സ്വർഗീയ ഭാഷകളിലൂടെ അനേക കാര്യങ്ങൾ കർത്താവ് നമ്മോട് കൈമാറുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, സ്വർഗീയ മർമ്മങ്ങൾ ദൈവം നമ്മോട് കൈമാറുന്നുണ്ട്. അതിൽ 100 വാക്കെടുക്കുകയാണെങ്കിൽ അതിൽ 0.1 മാത്രമാണ്, 0.1 മാത്രം ശതമാനമാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്, ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കാനായി കഴിയുന്നത്. ബാക്കി മുഴുവനും അവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വ്യത്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു കെട്ടുപണി നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, സമൂലമായ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ റേഞ്ചിനൊത്തവണ്ണം, ദൈവത്തിന്റെ റേഞ്ചിനൊത്തവണ്ണം നമുക്ക് ആർക്കും ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് നമ്മുടെ ചില വിശ്വാസങ്ങളും ധാരണകളുമാണ്, നമ്മുടെ ചില വിശ്വാസങ്ങളും ധാരണകളുമാണ് നമുക്കുള്ള ആ ലിമിറ്റേഷൻസ് ബിൽട്ടപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ വിശ്വാസം തന്നെയാണ് അവനെ ഉയർത്തുകയും അവനെ പണിയുകയും അവനെ പലതിനും പ്രാപ്തനാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറുടെ ഹൃദയത്തിൽ ആ മനുഷ്യൻ, ആ വ്യക്തി കളിക്കാൻ വേണ്ടി കോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമേ തന്നെ തന്നേക്കാൾ കളിച്ച് പ്രാവീണ്യമുള്ള ഒരാളോടുകൂടെ കളിക്കുമ്പോൾ എന്തായാലും ഞാൻ തോൽക്കും, കാരണം ഇയാൾ ഒത്തിരി സ്ഥലത്ത്, ഒത്തിരി സ്റ്റേറ്റിൽ ജയിച്ച പാരമ്പര്യം അയാൾക്കുണ്ട്, ഒത്തിരി ഗെയിംസിൽ, ഒത്തിരി മാച്ചിൽ, ഒത്തിരി ടൂർണമെന്റിൽ ജയിച്ച ഒരു പാരമ്പര്യം അയാൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇയാളോടെ കളിച്ചാൽ ജയിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് ഒരു പ്ലെയർ ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് തീർത്തും പറയാൻ കഴിയും ആ കളി കാണാനിരിക്കണമെന്നില്ല, അയാൾ തോറ്റിട്ടേ വരുവുള്ളൂ എന്ന്. പക്ഷെ ഇറങ്ങുന്നൊരു വ്യക്തിയുടെ ഉള്ളത്തിൽ ഞാൻ ജയിക്കുമെന്നുള്ള വിശ്വാസമാണ് അയാളെക്കാൾ കൂടുതൽ കരുത്തുള്ളവനും കൂടുതൽ സ്റ്റാമിനയുള്ള വ്യക്തിയുമായി ആ മാച്ചിൽ ജയിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് എന്നതുപോലെ വിശ്വാസമാണ് ഒരു വ്യക്തിയെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം അവന് വിശ്വസിക്കാൻ കഴിയും അത്രത്തോളം അവൻ ഉന്നതങ്ങളിലെത്തും. എത്രത്തോളം വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കഴിയുമോ അത്രത്തോളം അവൻ ഉന്നതങ്ങളിലെത്തും. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒത്തിരി ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ പ്രയത്നിച്ചതുപോലെ തന്നെ അവരുടെ പ്രയത്നങ്ങളിലുള്ള വിശ്വാസം കൂടെയാണ് അവരെ ഉന്നതങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. എന്നതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും നമ്മുടെ വിശ്വാസങ്ങളാണ് നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താനായി കഴിയുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ലിമിറ്റേഷൻസ് ഇല്ല. ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് ലിമിറ്റേഷൻസ് ഇല്ല. എത്ര വേണമെങ്കിലും ഒരു വ്യക്തിക്ക് വളരാം. ആരും അവനെ പിടിച്ച് താഴെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഒരു വ്യക്തി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു വ്യക്തി ആ ദൈവിക ബോധ്യത്തിനൊത്തവണ്ണം വളരാൻ തയ്യാറാണെങ്കിൽ അവനെ ആ വളർച്ചയിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ ഒരു മനുഷ്യനും ഒരു സാത്താനും കഴിയത്തില്ല. അപ്പൊ പറയും മനുഷ്യൻ തള്ളി താഴെയിടും. അതവന്റെ വിശ്വാസത്തിനകത്തുള്ള അപക്വമായ ചില ചിന്തകളാണ്. വിശ്വാസത്തിനകത്തുള്ള അപക്വമായ ചില ചിന്തകളാണ്.
പക്വതയുള്ള ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ആ വിശ്വാസത്തിനകത്ത് അവനെ താഴെ തള്ളിയിടാൻ ശ്രമിക്കുന്ന വ്യക്തിയിൽ നിന്ന് വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പക്വതയും കൂടെ അവന്റെ ആ വിശ്വാസത്തിനകത്തുണ്ടാകും. അതിപ്പോ സാത്താനാണെങ്കിലും മനുഷ്യനിൽ നിന്നുള്ള ഭീഷണികളാണെങ്കിലും എല്ലാം അവനെ താഴെ തള്ളിയിടാൻ, അവന്റെ ആ സ്പിരിച്വൽ ലൈഫിൽ നിന്ന്, അവന്റെ ഫാമിലി ലൈഫിൽ നിന്ന്, അവന്റെ ഹെൽത്തി ആയിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, അവന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് അവനെ താഴെ തള്ളിയിടാനുള്ള ഈ എല്ലാ സ്പിരിറ്റുകളെയും ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ്, ആ ഒരു പക്വത അവന്റെ പ്രാർത്ഥനയിൽ നിഴലിച്ചു നിൽക്കും. ഈ മീറ്റിംഗിൽ, ഈ മോർണിംഗ് ഗ്ലോറിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ പ്രാരംഭ ദിവസത്തിൽ അറിയിക്കുന്നത്, ആമേൻ, നമ്മുടെ വിശ്വാസങ്ങൾക്കകത്ത് ഒരു വർധനവും വളർച്ചയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കർത്താവ് നമ്മോട് ഒത്തിരി കാര്യങ്ങൾ അറിയിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചത് അതാണ്. ഒത്തിരി കാര്യങ്ങൾ, ഭയങ്കരമായ കാര്യങ്ങൾ നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, അറിയിക്കുന്നു. പക്ഷേ ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു രാജ്യത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു അന്യഭാഷക്കാരനെ പോലെ, ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു രാജ്യത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു അന്യഭാഷക്കാരനെ പോലെ നമ്മൾ പലരും ദൈവസന്നിധിയിൽ നിന്നു പോകുകയാണ്. ദൈവം സംസാരിക്കാൻ വേണ്ടി അടുത്തു വന്നാലും നമുക്ക് അങ്ങോട്ട് ദൈവത്തോട് ആശയവിനിമയം നടത്താൻ കഴിയാത്തതുപോലെ. എന്നാൽ ദൈവം നമ്മോട് ആശയവിനിമയം നടത്തുന്നു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പറയും, നമ്മുടെ ഭാഷയിൽ ഇറങ്ങി വന്ന് ദൈവത്തിന് പറഞ്ഞുകൂടെ? അങ്ങനെയൊക്കെ പറയുന്നവർ ഒരു ഭാഗത്തോട് മാറിയിരിക്കുക. എനിക്കിപ്പോൾ അതിന് മറുപടി പറയാനുള്ള സമയമില്ല. പ്രൈസ് ടു ജീസസ്. എങ്കിലും സ്വർഗീയ ഭാഷകളാൽ നമ്മളൊക്കെ സ്വർഗീയ മനുഷ്യന്മാരാണ്, ആത്മലോകത്ത് ജീവിക്കാനുള്ളവരാണ്. അപ്പോൾ ആ സ്വർഗീയ ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്റർനാഷണൽ സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ അവിടെ ഇപ്പൊ മലയാളിയാണോ പഠിക്കുന്നത്, ഹിന്ദിക്കാരനാണോ പഠിക്കുന്നത്, മറാഠിയാണോ പഠിക്കുന്നതെന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. ആ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ടും നഴ്സറി സ്റ്റുഡന്റ് മുതൽ LKG UKG മുതൽ അവർ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അവിടെ എനിക്കൊരു പേന തരുമോ, അല്ല എനിക്കൊരു പെൻസിൽ തരുമോ, എനിക്കൊരു റബ്ബർ തരുമോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്കത് ചോദിക്കാം, പക്ഷെ അത് ആ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ചോദിക്കാൻ പാടുള്ളൂ. അത് അവരുടെ ഒരു നിയമമാണ്. അത് ആ സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാം പരസ്പരം സംസാരിക്കുന്നത് അവരുടെ സിലബസിനനുസരിച്ചുള്ള ലാംഗ്വേജ് ആണ്. എന്നതുപോലെ ആത്മലോകത്ത് ജീവിക്കാനുള്ള നാം ഓരോരുത്തരും ദൈവ സന്നിധിയിലേക്ക് ചെന്നെത്തുമ്പോൾ സ്വർഗീയ ഭാഷകൾ സംസാരിക്കും പോലെ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗീയ ഭാഷകളിലാണ്. സ്വർഗീയ ഭാഷകളിൽ നാം സംസാരിക്കുന്നത് ദൈവത്തിൽ നിന്നും പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നാം ആ സിലബസിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ആ ഒരു പക്വതയിൽ ഏപ്രിൽ മാസം മുതൽ വളർത്തി തുടങ്ങട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ഈ യൂട്യൂബിലും സൂമിലുമായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അത് പരാജയത്തിൻ്റെ മാസമല്ല, അത് കണ്ണുനീരിൻ്റെ മാസമല്ല, അത് നഷ്ടങ്ങളുടെ മാസമല്ല, അത് ഭീതിയുടെ മാസമല്ല, രോഗത്തിൻ്റെ മാസമല്ല. കർത്താവിനെ കൂടുതൽ അറിയാൻ, കൂടുതൽ ആ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരവസരവും ഒരു ദിവസവും കൂടെ ആകുന്നു ഇന്നത്തെ ഈ പ്രഭാതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിയുമെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടും. ആമേൻ. നമ്മുടെ ഇന്ന് ചിന്തിച്ചു വന്നത്, പറഞ്ഞു വന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ചത് നമ്മുടെ ബോധ്യങ്ങളാണ്. നമ്മുടെ അവബോധങ്ങളും നമ്മുടെ ബോധ്യങ്ങളുമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മെ ആത്മമണ്ഡലത്തിൽ എത്രത്തോളം ഉന്നതിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മോട് അറിയിക്കുമ്പോൾ
അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ഒരു വല്ലാത്ത അപക്വമായ ജീവിതത്തിലേക്ക് നാം പോകുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് തട്ട് സംഭവിക്കും. നിങ്ങൾ ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിലും വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അധികമായി ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നത് ഏറെ നന്നായിരിക്കും. അധികമായി ദൈവസന്നിധിയിൽ ഈ ബോധ്യമാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊരു വാക്ക് പറയാൻ പ്രേരിപ്പിച്ചത്. 30-ാമത്തെ സങ്കീർത്തനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ. 30-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇതിന്റെ പശ്ചാത്തലം ദാവീദ് ഒരു ആലയം പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ആലയം പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട് താൻ പാടിയ ഒരു പ്രതിഷ്ഠാഗീതം എന്നാണ് വേദപണ്ഡിതന്മാർ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് എനിക്ക് കൂടുതൽ എന്നെ തൊട്ടത്. വീപ്പിംഗ് മേ tarry for the night, but joy comes with the morning. But the joy comes with the morning. ദൈവമുഖത്തു നിന്നും ആമേൻ, ദൈവമുഖത്തു നിന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന, ദൈവസന്നിധിയിൽ നിന്നും ഏതൊരു രാത്രി കരയുന്നവനും സ്വീകരിക്കാൻ കഴിയുന്ന, ദൈവസന്നിധിയിൽ നിന്നും ആർക്കും, വിശ്വസിക്കുന്ന ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന, പ്രാപിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ന്യൂ മോർണിംഗ്, പുതിയ പ്രഭാതം. ദാവീദ്, ഞാനിതൊരു മോർണിംഗ് മെസ്സേജ് ആയതുകൊണ്ടും ഒരു മോർണിംഗ് മെഡിറ്റേഷൻ ആയതുകൊണ്ടുമാണ് ഞാൻ ഈ സങ്കീർത്തനത്തിലേക്ക് തന്നെ പോയത്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു വചനമാണ്. എനിക്കത് വളരെ അനുഗ്രഹമായി തോന്നി. കാരണം ദൈവം എന്നെ അടിക്കുന്നു, ദൈവം എന്നെ രോഗിയാക്കുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെ തകരുന്നത് ദൈവഹിതമാണെങ്കിൽ അതിനായി സ്തോത്രം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എന്നാൽ ഗ്ലോറി ടു ജീസസ്, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക: ദൈവം ആരെയും അടിക്കാൻ വടിയും കൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല. അടിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, തകർക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് അവനെ തകർത്ത് കളവാൻ അവൻ ഇഷ്ടം തോന്നിയെന്ന. സ്വന്തം പുത്രനെ തകർത്ത് കളവാൻ മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തകർത്ത് കളവാൻ അവൻ ഇഷ്ടം തോന്നിയെന്ന വചനം പറയുന്നത്. അത് അത്രത്തോളം മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബൈബിൾ പറയുന്ന വചനം ഇങ്ങനെയാണ്: അവന്റെ കോപം, ഫോർ ഹിസ് ആംഗർ, ക്ഷണനേരത്തേക്കേ ഉള്ളൂ, ബട്ട് ഫോർ എ മൊമെന്റ്, ക്ഷണനേരത്തേക്കുള്ള ദൈവത്തിന്റെ കോപം. അത് ദാവീദ് ഒരു യഥാസ്ഥാനത്തേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ആ തിരിച്ചറിവ്, ഞാൻ ഈ ബോധ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് ഒരു വ്യക്തിയെ ആത്മീയ സമ്പന്നനും ആത്മീയ ജേതാവുമാക്കി മാറ്റുന്നത്. എന്നതുപോലെ ദാവീദ് മനസ്സിലാക്കിയ ഒരു വെളിപ്പാടായിരുന്നു ദൈവത്തിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ദൈവത്തോട് എത്ര അകന്നിരിക്കുന്ന ഒരു വ്യക്തി, വർഷങ്ങൾ കൊണ്ട് അകന്നിരിക്കുന്ന ഒരു വ്യക്തി, മഹാപാപവും പാതകവും ചെയ്ത ഒരു വ്യക്തി, ദൈവം എന്ന ഒരു സത്യത്തിലേക്ക് അവൻ അടുത്തു വരുന്നു എങ്കിൽ, അവൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ പാപത്തിന്റെയും പാതകത്തിന്റെയും അത്രയും ദൈർഘ്യകാലം അവനോട് പിണങ്ങിയിരുന്നിട്ടല്ല അടുത്തു വന്നവനോട് ദൈവം സ്നേഹിക്കുന്നത്. ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ എങ്ങനെ അതിൻ്റെ അമ്മയും അപ്പനും ലാളിക്കുമോ അതുപോലെ അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നാം ഓരോരുത്തരും വിശ്വാസത്തിന്റെ നായകനായി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. ഈ ഒരു ബോധ്യം
ദാവീദിന്റെ പരിമിതികളെ പൊട്ടിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ദൈവഭക്തന്റെ പരിമിതികളെ പൊട്ടിക്കുന്നത് ഈ ബോധ്യങ്ങളാണ്. ഒരു ദൈവ മനുഷ്യന്റെ പരിമിതികളെ പൊട്ടിക്കുന്നത് ബോധ്യങ്ങളാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പക്വതയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശാലമായ അറിവുകളും ചിന്തകളുമാണ് ഒരു വ്യക്തിയെ ദൈവീക വിടുതലേറ്റെടുക്കാൻ പ്രാപ്തനാക്കുന്നത്. ദാവീദ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. നീ ഇടയാക്കിയതുമില്ല എന്ന് പറയണമെങ്കിൽ ശത്രുക്കൾ ഈ ആലയപ്പണിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ഭവനപ്പണിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദാവീദ് ഇറങ്ങി പുറപ്പെട്ടൊരു പ്രവർത്തനത്തിന് എതിരായി ദാവീദ് ഇറങ്ങി പുറപ്പെട്ടൊരു പ്രവർത്തനത്തിന് എതിരായി നിൽക്കുന്ന ചില ശത്രുക്കൾ അതിന്റെ നടുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ദാവീദ് എന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എന്തിനേറെ പറയുന്നു, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് എതിരെ നിൽക്കുന്ന അസംഖ്യം ശത്രുക്കൾ, ശത്രുതയുള്ളവർ, ആമേൻ, സ്തോത്രം, പ്രൈസ് ടു ജീസസ്, ആമേൻ, നിലനിൽക്കുമ്പോൾ, അത് മനുഷ്യരായി മാത്രമല്ല, അത് ആമേൻ വീണുപോയ ദൂതന്മാരായിട്ടും ആമേൻ നിൽക്കുമ്പോൾ, പ്രൈസ് ടു ജീസസ്, അതിന്റെ നടുവിലും ഈ മോർണിംഗ് ഗ്ലോറിയിൽ പരിശുദ്ധാത്മാവിന് ജനത്തോട് സംസാരിക്കാനുള്ളത് തടസ്സങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നു എങ്കിൽ അതിന്റെ നടുവിൽ ഒരു വലിയ ദൈവിക അനുകൂലതയുണ്ട്. ദാവീദ് അതാണ് തിരിച്ചറിയുന്നത്. നീ ഇടയാക്കിയില്ല. സഹോദരങ്ങളെ, ഇതുപോലെ എത്രയോ കാര്യാദികൾക്ക് നാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പരാജയപ്പെടുത്താനും മടുപ്പിച്ചു കളയാനും ഗിവപ്പ് ചെയ്ത് കളയാനും ആമേൻ എല്ലാം നമ്മുടെ ഉള്ളിൽ പ്രഷർ ഉണ്ടായിരുന്ന സമയത്തും അതിന് നമ്മെ ഇടയാക്കാതെ അനുഭവപ്പെട്ട ക്ഷീണത്തെ നമ്മെ അറിയിക്കാതെ, അനുഭവപ്പെട്ട അലസതയിലും മടിയിലും വെറുപ്പിലും നമ്മെ കുടുങ്ങിപ്പോകാൻ അനുവദിക്കാതെ, ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പലരുടെയും പ്രാർത്ഥനകളിലൂടെയും മറ്റുമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ആ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തി നിർത്തിയിരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ എനിക്കും ഈ പകലിൽ എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് പറയാൻ കഴിയും, എന്നെ വീണു പോകാൻ ഇടയാക്കാത്ത ഒരു ദൈവമുണ്ട്. ഇടയാക്കത്തില്ല കുഞ്ഞെ. നീ പേടിക്കുന്ന, ദാവീദ് പറഞ്ഞതുപോലെ, എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. അതിന് ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. നീ എങ്ങനെ ആ വീട് പണിത് അതിനകത്ത് കേറും എന്നുള്ള ആ ശത്രുവിന്റെ ചിന്തയുണ്ടല്ലോ, അത് ദൈവം അങ്ങ് പൊട്ടിക്കും. അവന്റെ ഒരു ചിന്തയും അതിനകത്ത് കേറത്തില്ല. നീ എങ്ങനെ ആ രാജ്യത്ത് നിലനിൽക്കുമെന്നുള്ള ശത്രുവിന്റെ ചിന്തയുണ്ടല്ലോ, അതിനെ ദൈവം അങ്ങ് പൊട്ടിക്കും. ഈ വീടിനകത്തുള്ള പ്രശ്നങ്ങൾ എങ്ങനെ തീരും എന്നുള്ള ശത്രുവിന്റെ വെല്ലുവിളി ഉണ്ടല്ലോ, അത് ദൈവം അങ്ങ് പൊട്ടിക്കും. ശത്രുവിന്റെ ചിന്തയ്ക്ക് അകപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമല്ല, ശത്രുക്കളുടെ ഇടയിൽ പെടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അതിന്റെ അകത്ത് പെട്ടുപോകാൻ ഇടയാക്കാത്തൊരു ദൈവത്തെ കുറിച്ചാണ് ദാവീദ് പറയുന്നത്. നീ എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ആർക്കാ ശത്രുക്കൾ ഉണ്ടാകുന്നത്? മിത്രങ്ങളുള്ളവർക്കാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്. കാരണം ആ മിത്രങ്ങൾ ശത്രുക്കളായി മാറും. ആർക്ക് നേരെയാണ് പിശാച് പല്ല് കടിക്കുന്നത്? ദൈവ പൈതലിന് നേരെ തന്നെയാണ് പിശാച് പല്ല് കടിക്കുന്നത്. ആർക്ക് നേരെയാണ് കള്ളൻ ഉന്നം വെക്കുന്നത്? സമ്പത്തുള്ളവന് നേരെ തന്നെയാണ് കള്ളൻ ഉന്നം വെക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ശത്രുതകൾ ഏറുന്നെങ്കിൽ, പരിശോധനകൾ ഏറുന്നു എങ്കിൽ, പ്രലോഭനങ്ങൾ ഏറുന്നു എങ്കിൽ, വീട് പോകാനുള്ള കാരണങ്ങൾ ഏറെ കാണിക്കുന്നു എങ്കിൽ, അതിന്റെ പിന്നിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സമ്പത്തുണ്ട്. നിങ്ങൾക്കൊരു നല്ല ചങ്ങാതിയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ആ ചങ്ങാതിയിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങളും ചിന്തകളും ഒക്കെയാണ് നമ്മെ പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്നത്. പക്ഷെ ദാവീദ് പറയുന്നു, ഇടയാക്കിയില്ല. കഴിഞ്ഞ മാസം നിന്നെ തകർത്ത് കളയാമെന്നുള്ള പൈശാചിക ചിന്തകൾക്ക്, പൈശാചിക പ്ലാനിങ്ങിന് നിന്നെയും നിന്റെ കുടുംബത്തെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇടയാക്കാതെ സൂക്ഷിച്ച ഒരു ദൈവം
ഈ ഏപ്രിൽ 1 മോർണിംഗ് ഗ്ലോറിയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച ആ ദൈവം പിശാചിന്റെ പ്രവൃത്തിക്കൊന്നും ഇടയാക്കി കൊടുക്കാതെ, വന്ന രോഗങ്ങളൊന്നും മരണത്തിന് കാരണമാകാതെ, ഉണ്ടായ അപകടങ്ങളൊന്നും അനർത്ഥത്തിന് കാരണമാകാതെ നമ്മെ കൈകളിൽ വഹിച്ച, അല്ലെങ്കിൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്ത, നമ്മുടെ ആയുസ്സിനെ സംരക്ഷിച്ച ഒരു നല്ല ദൈവം ഇടയാക്കിയില്ല. ശത്രുവിന്റെ പദ്ധതിക്ക് ഇടയാക്കിയില്ല. പിശാചിന്റെ പ്രവൃത്തികൾക്ക് ഇടയാക്കിയില്ല. ഹല്ലേലൂയ. സന്തോഷിപ്പാൻ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. എത്ര നമുക്കൊന്ന് ശരിക്കൊന്ന് ഐ ഓപ്പണായി കിട്ടുകയാണെങ്കിൽ നമ്മോടൊക്കെ ചിരിക്കുന്ന എത്ര പേർക്ക് നമ്മെക്കുറിച്ചൊരു ദുർവർത്തമാനം കേട്ടാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. ലോകമുള്ള കാലത്തോളം അതുണ്ട്. ലോകമുള്ള കാലത്തോളം അംഗീകരിക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാകും. ലോകമുള്ള കാലത്തോളം നിരൂപകന്മാരുണ്ടാകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും കുറെ നിരൂപകന്മാരുണ്ടായിരുന്നു, നിരീക്ഷണം നടത്തുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും നടുവിൽ യേശു ക്രിസ്തുവിനെ പരാജയപ്പെട്ടവനായി അവതരിപ്പിക്കാൻ, പരാജയപ്പെട്ടവനായി ചിത്രീകരിക്കാൻ എന്റെ ദൈവം ഇടയാക്കിയില്ല. അതൊരു വലിയ വെളിപ്പാടാ. നമ്മൾ നോക്കുമ്പോ പീലാത്തോസിന്റെയും കയ്യഫാവിന്റെയും ഒക്കെ അരമനകൾ മാറി മാറി കയറുന്ന, കോടതികൾ മാറി മാറി കയറുന്ന, ക്രൂശ് ചുമക്കുന്ന, ആൾക്കാരടിക്കുന്ന യേശുക്രിസ്തു തികച്ചും മനുഷ്യ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചാൽ അങ്ങനെ. പക്ഷെ ആ ശ്രേഷ്ഠ ദൈവ പദ്ധതിയെ കുറിച്ച് സാത്താൻ പോലും അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. സാത്താൻ പോലും അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന് സാക്ഷ്യം പറയാൻ വന്നവനായതുകൊണ്ട്, ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനായതുകൊണ്ട്, സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനായിരുന്നതുകൊണ്ട്, സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നിരുന്നവനായതുകൊണ്ട് സാത്താൻ എല്ലാവരെയും വീഴ്ത്തുന്നത് പോലെ യേശുവിനെയും പാപത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ക്രൂശീകരണത്തിലേക്ക് വന്നപ്പോ കാര്യം അവിടുന്ന് മാറി. കാരണം ക്രൂശിക്കപ്പെട്ട് സാത്താന്റെ സകല പദ്ധതികളെയും ആമേൻ നിഷ്ഫലമാക്കി കഴിഞ്ഞപ്പോ, അവന്റെ തലയെ ആ ക്രൂശിന്റെ കീഴിൽ ചവിട്ടി മെതിച്ചപ്പോ കളിയാകെ മാറി. അവിടം കൊണ്ട് കാര്യം തിരിയുകയാണ്. ആമേൻ. ദേശത്തെല്ലാം ഇരുള് മൂടി നിന്ന സന്ദർഭം മുതൽ അവിടുത്തെ സകലരുടെയും വെളിപ്പാടുകളും നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും മാറുകയാണ്. രാജാക്കന്മാർ പോലും അതിശയിച്ചു, ഇതെന്തൊരു മരണം, ഇവൻ ദൈവപുത്രൻ തന്നെ. ഹല്ലേലൂയ. ഗവർണർ പോലും അതിശയിക്കുന്നു, മന്ത്രിമാർ പോലും അതിശയിക്കുന്നു, ഇതൊരു വല്ലാത്ത സംഭവം തന്നെ, ഇതൊരു വല്ലാത്ത പ്രതിഭാസം തന്നെ. അന്തരീക്ഷം പോലും ഇവനെ സപ്പോർട്ട് ചെയ്തു നിന്നു എന്നുള്ളത്, അന്തരീക്ഷം പോലും ഇവനെ സ്നേഹിച്ചു എന്നുള്ളത് ഒരു വല്ലാത്ത ആശ്ചര്യം തന്നെ. ന്യായപ്രമാണത്തെ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഞാൻ മരിച്ചുപോയാൽ പോലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ പുത്രനെ, അല്ലെങ്കിൽ ഈ മനുഷ്യനെ, ഈ യഹൂദനെ തൂക്കിയപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് പോലും ഇവനോടൊരു അസാധാരണമായ പ്രണയമുണ്ടായിരുന്നു. നിങ്ങൾ താമസിക്കുന്ന പ്രകൃതി പോലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു റിലമുണ്ട്. നിങ്ങൾ താമസിക്കുന്ന വീട് പോലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു റിലമുണ്ട്. നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും വിശുദ്ധിക്കും വേണ്ടി ജീവിക്കുന്നവനെ ഒരു പ്രപഞ്ചം തന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ശത്രുക്കൾ വിദേശത്ത് നിന്ന് നിങ്ങളെ തകർക്കാനുള്ള ആമേൻ ആണവായുധങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിക്കൊണ്ട് വന്നാൽ പോലും ആമേൻ നീതിമാനായ വ്യക്തിയെ നിനക്കൊരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവഭക്തനാകുന്ന ദാവീദ് പറയുന്നു, ആമേൻ, എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അതൊരു വലിയ അപബോധമാണ്. ഈ പ്രഭാതത്തിൽ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത് ഒരു ശരിയായ സ്ഥലത്താണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ്. നിങ്ങൾ നിലവിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് ഈ അവബോധത്തോടെ പറയുന്നത്, താൻ രോഗിയായിരുന്നപ്പോ, താൻ രോഗിയായി തുടർന്നെങ്കിൽ
അല്ലെങ്കിൽ താൻ ആ വീണുപോയടുത്ത് തന്നെ കിടന്നെങ്കിൽ, അല്ലെങ്കിൽ തന്റെ പണിക്ക് മുടക്കം വന്നെങ്കിൽ, താൻ ഏറ്റെടുത്ത ദൗത്യത്തെ വിട്ടുകളയേണ്ടി വന്നെങ്കിൽ, ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിൽ, താൻ ഒരു പരാജിതനായി മാറിയെങ്കിൽ ശത്രുക്കൾ തന്നെ ചൊല്ലി സന്തോഷിക്കുമായിരുന്നു. പക്ഷെ ദൈവത്തോട് നിലവിളിച്ചപ്പോ, അതിന്റെ നടുവിൽ പെറുവിറുക്കുകയല്ല, അതിന്റെ നടുവിൽ ദൈവത്തെ കുറ്റം വിധിക്കുകയല്ല, ദൈവത്തോട് നിലവിളിച്ചപ്പോ നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് പറയുന്നത്, നീ എന്നെ സൗഖ്യമാക്കി, ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ നീ ഇടയാക്കിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. ദൈവസന്നിധിയിൽ നിന്ന് താൻ സ്വീകരിച്ചെടുത്ത ഒരു വിടുതലിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. നീ ഇടയാക്കിയില്ല, ശത്രുക്കൾ ജയിക്കാൻ നീ ഇടയാക്കിയില്ല. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, മാർച്ചിൽ നടക്കാത്തത് ഞാൻ ഏപ്രിലിൽ ചെയ്യൂന്ന് പറയുന്ന പൈശാചിക വാക്കുകൾ ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുമ്പിൽ പൊട്ടിപ്പോകുകയാണ്. ദൈവത്തെ നിലവിളിക്കുന്ന ദൈവഭക്തനെ, ദൈവത്തെ നിലവിളിക്കുന്ന വിശുദ്ധ കുടുംബമേ, നിങ്ങളെ നോക്കി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, മാർച്ചിൽ ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചതാ, മാർച്ചിൽ നടക്കാത്തത് ഞാൻ ഏപ്രിലിൽ ചെയ്യുമെന്നുള്ള അവന്റെ സകല വാഗ്വാദങ്ങളും, അവന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഈ വചനത്താൽ ക്യാൻസൽ ആകട്ടെ. ആമേൻ. നോക്കുക, നീ യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. കണ്ടോ പ്രാർത്ഥനയുടെ ആഴം കണ്ടോ? ഇതൊക്കെ സാക്ഷ്യങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. ഇതൊരു പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയപ്പോൾ സാക്ഷ്യങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതൊരു പ്രതിഷ്ഠാഗീതം എന്നാണ് ദാവീദിന്റെ ഈ ഒരു സങ്കീർത്തനത്തെ അറിയപ്പെടുന്നത്. ഇതൊരു പ്രാർത്ഥനയുടെ മറുപടികളാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യനെ, പ്രാർത്ഥനയ്ക്ക് മറുപടികളുണ്ട്, എഴുതിയിടാൻ തയ്യാറായിക്കോ. അപ്പൊ ലഭിച്ച മറുപടിയാണ് എഴുതിയിട്ടിരിക്കുന്നത്. എന്റെ കഷ്ടത്തിൽ ഞാൻ നിന്നോട് നിലവിളിച്ചപ്പോ നീ എന്നെ സൗഖ്യമാക്കി. അടുത്തത്, എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരകയറ്റി. അടുത്തത്, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തി. ഇതൊക്കെ അനുഭവങ്ങളാണ്. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി നേടിയ ഒരു അനുഭവമുള്ള വ്യക്തിയുടെ ഡയറി കുറിപ്പുകളാണ്. ഹല്ലേലൂയ. ഇതൊരു ദാവീദിന് മാത്രം ചെയ്യാൻ കഴിയുന്നതോ, ഇതൊരു പത്രോസിനും യോഹന്നാനും യാക്കോബിനും മാത്രം ചെയ്യാൻ കഴിയുന്നതോ, ഇതൊരു അബ്രഹാമിന് മാത്രം ചെയ്യാൻ കഴിയുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. ആമേൻ. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന, ഈ കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. ഇതൊരു അവബോധമാണ്, ഇതൊരു ബോധ്യമാണ്, ഇതൊരു വിശ്വാസമാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവത്തിന് കഴിയുന്ന വൈഡ് റേഞ്ചിനെ കുറിച്ചുള്ള ബോധ്യമാണ് ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. അതാണ് 5-ാമത്തെ വാക്യത്തിൽ പിന്നെ വരുമ്പോൾ, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. എനിക്ക് കുറച്ചുകൂടെ അത് ഇംഗ്ലീഷ് വേർഷനാണ് കൂടുതൽ ഇഷ്ടം. വീപ്പിംഗ് മേ ടാരി ഫോർ ദി നൈറ്റ് ബട്ട് ജോയ് കംസ് വിത്ത് ദി മോർണിംഗ്. ഈ പ്രഭാതത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന ക്രമീകരിച്ചതിന്റെ പിന്നിലുള്ള ഒരു ദൈവിക ഉദ്ദേശം ഇതാണ്. സന്ധ്യയ്ക്ക് കരയുന്നവർ ഇതിനകത്തുണ്ട്, സന്ധ്യയ്ക്ക് ഒരു ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവർ ഇതിനകത്തുണ്ട്, സന്ധ്യയ്ക്ക് ചില പരാജയങ്ങളും കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ട്, സന്ധ്യയ്ക്ക് വന്നു കയറുന്ന ചില ബാധകളാൽ ഭാരപ്പെടുന്നവരും അലട്ടുന്നവരും ഇതിനകത്തുണ്ട്, സന്ധ്യയ്ക്ക് അപ്രതീക്ഷിതമായി ചിലതൊക്കെ വീടിനകത്ത് സംഭവിച്ച് വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. എല്ലാ സന്ധ്യയിലും സ്വസ്ഥത നഷ്ടപ്പെടുന്നവർ ഈ പ്ലാറ്റ്ഫോമുകളിൽ കാണും, അല്ലെങ്കിൽ സന്ദേശം കേൾക്കും. അവരെക്കുറിച്ച് ദൈവത്തിന് ഇന്ന് പകലിൽ അറിയിക്കാനുള്ളൊരു കാര്യം, സന്ധ്യയെങ്കിലോ Amen. Weeping may tarry for the night, but joy comes with the morning. എല്ലാ സമയവും രാത്രിയല്ല, എല്ലാ സമയവും രാത്രിയല്ല. ഏതോ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. എന്നാൽ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ, ഒരു ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും ആനന്ദത്തിന്റെ സമയമാണ്. അവിടെ ദുഃഖങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആനന്ദം എന്നാണ് ഞാൻ പറഞ്ഞത്. ആനന്ദം എന്ന് പറയുന്നത് സന്തോഷത്തെക്കാളും അടുത്ത ഒരു തട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാക്കാണ്. ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നമുക്കുണ്ടാകുന്ന ഒരു വികാരമാണ്, അല്ലെ എന്തെങ്കിലും കിട്ടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ല.
ഇത് ജോയ്, ഒരു ആനന്ദമാണ്. എന്തോ ഒന്നിലുള്ള ഒരു രസം, എന്തോ ഒന്നിൽ അലിഞ്ഞു ചേർന്നൊരു രസമാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖം വന്നാലും, തകർച്ചകൾ വന്നാലും, ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ട്രെയിൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞാലും, ഫ്ലൈറ്റ് പോയി എന്ന് പറഞ്ഞാലും, അതിന്റെ നടുവിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദം. കാരണം അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്നില്ല, എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെയും അടുപ്പത്തെയും ഒന്നും ബാധിക്കുന്നില്ല എന്ന ഒരു നിലവാരമാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. വീപ്പിംഗ് മേ ടാരി ഫോർ ദി നൈറ്റ് ബട്ട് ജോയ് കംസ് വിത്ത് ദി മോർണിംഗ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. സഹോദരി, എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, സഹോദര, സന്ധ്യയ്ക്ക് ദൈവം ഒരു പിരീഡ് ഇട്ടിട്ടുണ്ട്, രാത്രിക്ക് ദൈവം ഒരു പിരീഡ് ഇട്ടിട്ടുണ്ട്, നിന്റെ മോർണിംഗിനും ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട്. രാത്രിയിൽ നീ കരഞ്ഞുവെങ്കിൽ പ്രഭാതത്തിൽ നീ ഒരു മഹത്വം കാണും. രാത്രിയിൽ നീ നിന്റെ കിടക്ക കണ്ണുനീർ കൊണ്ട് നനച്ചുവെങ്കിൽ മോർണിംഗിൽ, പ്രഭാതത്തിൽ നീ ഒരു മഹത്വം കാണും. മാർച്ച് മാസം നീ കരഞ്ഞുവെങ്കിൽ, മാർച്ച് മാസം നീ അലമുറയിട്ടുവെങ്കിൽ, മാർച്ച് മാസം നീ നിലവിളിച്ചുവെങ്കിൽ, ഏപ്രിലിൽ മോനെ ഒരു രാത്രി കഴിഞ്ഞ് ഒരു പകൽ വരുന്നത് പോലെ ഒരു മാസം കഴിഞ്ഞ് പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ ഒരു വലിയ ചേഞ്ചാണ്. ഒരു രാത്രി മാറി ഒരു പകൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നത് എന്നതുപോലെ അവൻ എല്ലാത്തിനും താഴിട്ട് പൂട്ടി ഇനി ഒന്നും ഈ സമയം ചെയ്യാനില്ല എന്ന് അവൻ തന്നെ ഉറപ്പിക്കുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്നത്, സന്ധ്യ എന്ന് പറയുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി എവിടെയും പോകാനില്ല, ഇനി പുതിയത് ആവിഷ്കരിക്കാനില്ല, ഇനി ഒരു പദ്ധതി ഇവിടെ ചെയ്യാനില്ല എന്ന് പറയുന്ന സമയമാണ് രാത്രി. എന്നാൽ പ്രഭാതം എന്ന് പറയുന്നത് അവൻ അടച്ചു വെച്ച സകലതിനും തുറന്നിടുന്ന ഒരു സമയമാണ് പ്രഭാതം. ഈ പ്രഭാതത്തിലാണ് അവന് പലതും ചെയ്യാനുള്ളത്. അതുകൊണ്ട് അവൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രഭാതത്തിന് വേണ്ടിയിട്ടാണ്. രാത്രി ഉറങ്ങുന്ന ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രഭാതത്തിന് വേണ്ടിയിട്ടാണ്. എന്നതുപോലെ എല്ലാം ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല, ഇനി എനിക്കൊരു സ്വപ്നങ്ങളും ഇല്ല, ഇനി എനിക്ക് ഒരു അംബിഷനും ഇല്ല, ഇനി എനിക്ക് ഒരു പുതിയ പദ്ധതികളും ഇല്ല, എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ഒരു രാത്രിയുടെ അനുഭവത്തിലിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആലോചന കൈമാറുകയാണ്. ഒരു പുതിയ പ്രഭാതം നിനക്ക് വേണ്ടി പൊട്ടിവിടർന്നത് നീ താഴിട്ട് വെച്ച പലതിനും, നീ ആഗ്രഹിച്ച പലതിനും ഒരു പുതിയ ജീവനേകാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ഒരു രാത്രി എന്ന് പറയുന്നത് ഇനി ഒന്നും ചെയ്യാനില്ലാത്തതിന്റെ സമയമാണെങ്കിൽ, പ്രഭാതം എന്ന് പറയുന്നത് പലതും നിനക്ക് ചെയ്യാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സമയമാകുന്നത് പോലെ ഈ പ്രഭാത സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, weeping may tarry for the night but joy comes with the morning. നിന്റെ അരികിലേക്ക് ഇന്ന് പകലിൽ വരുന്ന ഒന്നാണ് ജോയ്, ഒരു സന്തോഷം. ഈ വചനം നിന്റെ അരികിലേക്ക് വന്നെത്തുന്നത് ഒരു പുതിയ ശക്തിയോടെയാണ്. ഈ പ്രഭാത കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പുതിയ ആശയത്തോടു കൂടെയാണ്. ആ ജോയ് കംസ് വിത്ത് ദി മോർണിംഗ് എന്നാണ് പറയുന്നത്. പ്രഭാതത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒന്നാണിത്. ഓ ജീസസ്, ആമേൻ. ഒരു പ്രഭാതം നിങ്ങളെ വിട്ട് പോകുന്ന ഒന്നാണ് നൈറ്റ് എങ്കിൽ, ഒരു പ്രഭാതം നിങ്ങളുടെ ഒരു ജോയ് നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുന്ന ഒന്നാണ് മോർണിംഗ് എന്ന് പറയുന്നത്. ഈ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്, ഈ പ്രഭാത കൂട്ടായ്മയ്ക്കും അർത്ഥമുണ്ട്. ഈ പ്രഭാത കൂട്ടായ്മയെ കൊണ്ട് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ഒരു പ്ലാനിംഗ് ഉണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്ലാനിംഗ്, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്ലാനിങ്ങിനകത്ത് ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ. മറ്റു പലരുടെയും ഷെഡ്യൂളുകൾക്കകത്തുനിന്ന് മാറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. മറ്റു പലരുടെയും ഹൃദയത്തിനകത്തുനിന്നും മനസ്സിനകത്തുനിന്നും മാറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. മറ്റു പലരുടെയും സ്വപ്നങ്ങൾക്കകത്തുനിന്നും ബന്ധങ്ങൾക്കകത്തുനിന്നും മാറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ ദൈവത്തിന്റെ പ്ലാനിങ്ങിനകത്തുൾപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തിയെ നോക്കിയാ ഇന്ന് ദൈവാത്മാവ് പറയുന്നത്, weeping may tarry with the night but the joy comes with the morning എന്ന് പറയുന്നത് പോലെ ഇന്ന് പകലിൽ ഒരു പ്രഭാതം വിട്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രഭാതം, ഒരു പകൽ എന്ന അവസ്ഥ, പ്രകാശം വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് രാത്രി, നൈറ്റ്. എന്നാൽ ഒരു വെളിച്ചം വന്നു ചേരുന്ന അവസ്ഥയാണ് മോർണിംഗ്. ഈ പ്രഭാതത്തിൽ ഏപ്രിൽ മാസം 1-ാം തീയതിയിൽ
ഞാൻ നിങ്ങളെ നോക്കി ബ്ലസ് ചെയ്ത് പറയുന്നു, നിന്നെ വിട്ടുപോയത് നിന്റെ അരികിലേക്ക് വരുന്ന വർഷം, നിന്നെ വിട്ടുപോയത് നിന്റെ അരികിലേക്ക് വരുന്ന മാസം. വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളെ വിട്ടുപോയ, നമ്മയൊക്കെ വിട്ടുപോയ ആ പഴയ ആത്മീയ അനുഭവം, നമ്മയൊക്കെ വിട്ടുപോയ പഴയ ആത്മീയ ശക്തി, നമ്മയൊക്കെ വിട്ടുപോയ പഴയ ആത്മീയ കൃപ, നമ്മയൊക്കെ വിട്ടുപോയ പഴയ ആത്മീയ ബലം, നമ്മയൊക്കെ വിട്ടുപോയ പഴയ വിശ്വാസം നമ്മുടെ അരികിലേക്ക് വരുന്ന, നമ്മയൊക്കെ വിട്ടുപോയ നല്ല ബന്ധങ്ങൾ, നമ്മയൊക്കെ വിട്ടുപോയ നല്ല വിശ്വാസികൾ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മോട് കൂടെ ഇരുന്ന് ആരാധിക്കുന്ന, നമ്മോട് കൂടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, നമ്മോട് കൂടെ ഇരുന്ന് ദൈവശക്തി ഏറ്റെടുക്കുന്ന, നമ്മോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, നമ്മോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു വാസമാണിത്. വിശ്വസിക്കാൻ കഴിയുമോ? വാവ്, ദൈവത്തിന് സ്തോത്രം. The weeping with the amen സ്തോത്രം. Weeping may tarry for the night, but joy comes with the morning. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യയെങ്കിൽ, കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഉഷസ് എന്ന് പറയുന്നത് പ്രഭാതമാണ്. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇന്ന് രാത്രിയിൽ, ഈ പകലിൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ അരികിൽ വരുന്നത് തകർച്ചയുടെ വർത്തമാനമല്ല, നിങ്ങളുടെ അരികിൽ വരുന്നത് പരാജയത്തിന്റെ വർത്തമാനമല്ല. നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് ഒരു ജോയ് ആണ്, ഒരു ജോയ്, ഒരു ആനന്ദം നിങ്ങളുടെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാണ്. How blessed be the name of the Jesus. Blessed be the name of the Lord. യാശാലബകതയല. 34-ാമത്തെ സങ്കീർത്തനത്തിലും ഇത് തന്നെയാണ് ദാവീദ് പറയുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ, 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. 8-ാമത്തെ വാക്യം പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിൽ? ഭയങ്കര വലിയൊരു ആശയമാണ് കർത്താവ് തന്നത്. നൈറ്റ് എന്ന് പറയുന്നത്, രാത്രി എന്ന് പറയുന്നത്, പ്രതീക്ഷകൾ വിട്ടുപോകുന്ന, സമയങ്ങൾ വിട്ടുപോകുന്ന, ചെയ്യാനൊന്നുമില്ലാത്ത, ചെയ്യാൻ കഴിയാത്ത ഒരു സമയവും അവസ്ഥയുമാണ് രാത്രി. എന്നാൽ ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല വിദ്യാർത്ഥി ഒരു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കും. കാരണം അവൻ ഏറിയ ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്, അവൻ ഏറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതുപോലെയാണ് ഒരാത്മീയ ജീവിതത്തിലെ വിദ്യാർത്ഥിയും. നമുക്ക് ചെയ്യാൻ പകലുള്ളിടത്തോളം, അതാ വചനം പറയുന്നത്, പകലുള്ളിടത്തോളം. അവന്റെ ആത്മീയന്റെ ജീവിതത്തിൽ രാത്രി ഇല്ല. ഒരാത്മീയന്റെ ജീവിതത്തിൽ പകലുകളാണുള്ളത്. ഒരാത്മീയന്റെ ജീവിതത്തിൽ നിരാശയില്ല, പ്രത്യാശകളാണുള്ളത്. പക്ഷേ ഒരുവന്റെ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവം അവനെ ബിൽഡപ്പ് ചെയ്യുന്നത്. നമ്മൾ ദൈവം സംസാരിക്കുന്ന കാര്യവുമായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ഇവിടം വരെ കർത്താവ് കൊണ്ടെത്തിച്ചു. ഇതിന്റെ അർത്ഥം, ദൈവത്തിന് നമ്മോട് ഒത്തിരി പുതിയ കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, ഒത്തിരി പുതിയ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയാതെ നമ്മളൊക്കെ ലിമിറ്റഡായി നിൽക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന് നമ്മോട് അറിയിക്കാനുള്ളൊരു വലിയ കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോയ പ്രകാശം മടങ്ങി വരാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോയത് മടങ്ങി വരാൻ പോകുന്നു. സജീവ് ബ്രദറെ, സജീവ് വാടത് ബ്രദറെ, നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോയ നല്ല കാലം മടങ്ങി വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോയ ആ പല പ്ലാനിങ്സും, നിങ്ങൾ ദൈവസന്നിധിയിലെടുത്ത പല തീരുമാനങ്ങളും വീണ്ടും പൂർവാധികം ശക്തിയോടെ മടങ്ങി വരാൻ പോകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. മോളി ജേക്കബ് ആൻറ്റി, ജേക്കബ് അങ്കിളെ, ഷേർലി ചേച്ചി, അന്നം ആൻറ്റി, മൃദുല, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്നെ കാണുന്ന ഈ സൂമിലുള്ള മേനകാനിൽ, സജീവ് ബ്രദർ, ഷീബ വേണു, അന്നമ്മ മീനങ്ങാടി, ജിജി ബോസ്, സുമിനി തോമസ്, വിഷ്ണു, റീന ആൻറ്റി, ബ്ലസ്സി സൂസൻ ആൻറ്റി, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈമാൻ വിട്ടുപോയ ആ വസന്തകാലം, വിട്ടുപോയ ആ പഴയ ആത്മീയ ചൈതന്യം, നഷ്ടപ്പെട്ടുപോയ സമ്പദ് വ്യവസ്ഥകൾ, നഷ്ടപ്പെട്ടുപോയ ആരോഗ്യം, നഷ്ടപ്പെട്ടുപോയ പ്രത്യാശ, ഇതെല്ലാം പൂർവാധികം ശക്തിയോടെ മടങ്ങി വരാൻ പോകുന്നു. നിങ്ങൾ എത്ര പേർ അതിനെ വിശ്വസിച്ച് ആമേൻ പറയും? ഈ പ്രഭാതം, ഈ മാസം അങ്ങനെ ഒരു മാസമായിരിക്കട്ടെ. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന അനുഗ്രഹീതരായ ദൈവമക്കളെ,
നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ചെയ്യും. നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതും വളർത്തുന്നതും. എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിൽ അടയട്ടെ, എല്ലാ കണ്ണുകളും. ഓ ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്ന ഒരു വളർച്ചയുടെ മാസമാണിത്, ഒരു വളർച്ചയുടെ മാസമാണിത്. എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരു വളർച്ചയുടെ മാസത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നു. ഈ കടം വാങ്ങി കടം കൊണ്ട് തന്നെ, കടം വാങ്ങി തന്നെ ആവശ്യങ്ങൾ വീട്ടേണ്ടി വരുന്ന ചില കുടുംബങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തരാൻ വേണ്ടി മറ്റൊരു വ്യക്തിയിൽ നിന്ന് കടം പലിശയ്ക്ക് വാങ്ങി എനിക്ക് തരേണ്ടി വരുന്ന ഒരവസ്ഥ. അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇനി വേറൊരു വ്യക്തിയുടെ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ കടം വാങ്ങി എങ്ങും എത്താത്ത, ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു പ്രകാശം, ഒരു നല്ലൊരു ഉഷസ് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇപ്പൊ അന്ധകാരത്തിനകത്ത് കഴിയുന്നത് പോലെ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച പണി പോലും നിർത്തൽ ചെയ്തു വെച്ച്, തുടങ്ങി വെച്ച പല തീരുമാനങ്ങൾക്കും താഴിട്ട് പൂട്ടി, ഒന്നും ചെയ്യാനില്ല, ഇനി ഒരു പ്രകാശം കാണുന്നവർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പലതും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, പലതിനും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് ഈ ദൂത് ആഴമായി തറച്ചിരിക്കുന്നത്. അത് ഒരു പുതിയ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ നല്ല കാലത്തെ, ആ സംവത്സരത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ മടക്കിത്തരാനായി ദൈവത്തിന് സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ വേരുള്ളവരും ആ വേര് ആഴത്തിൽ ഊന്നിയവരുമായിരിക്കുക. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 43-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകി ഇരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും 19-ാമത്തെ വാക്യം 19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത്, ഗ്ലോറി ടു ജീസസ്, നദികളും ഉണ്ടാക്കും. ഇത് വിശ്വസിക്കുന്ന ദൈവമനുഷ്യനെ, നിങ്ങളോടുള്ള ദൈവിക അരുളപ്പാടാണിത്. ദൈവത്തിന് ഇനിയും അവന്റെ ക്രിയേഷൻസ് തീർന്നു പോയിട്ടില്ല. ഇനിയും ദൈവത്തിന് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അറുതികളില്ല. ദൈവത്തിനൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. നമ്മുടെയൊക്കെ ബോധ്യങ്ങളും നമ്മുടെയൊക്കെ വിശ്വാസങ്ങളും നമ്മുടെയൊക്കെ വിശ്വാസത്തിനകത്തുള്ള പരിമിതമായ അറിവുകളുമൊക്കെയാണ് ദൈവത്തിൻ്റെ പല കാര്യത്തിനും ലിമിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പുതിയ ഒരു അധ്യായമായിട്ടാണ് കർത്താവ് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതം തുടങ്ങിയിരിക്കുന്നതെന്ന്. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ഒരു വലിയ ബോധ്യവും വലിയൊരു പ്രഷറും എൻ്റെ അകത്തുണ്ട്. എന്തോ ഈ ഏപ്രിൽ മാസം കർത്താവിന് ചെയ്യാനുണ്ട്. ഏപ്രിൽ മാസം പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ ഒരുപാട് ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്നുള്ളൊരു ഭയങ്കര ബോധ്യമാണ് ഇന്ന് രാവിലെ ഇങ്ങനൊരു മീറ്റിംഗ് ഇതിനകത്ത് ക്രമീകരിച്ചത്. അതിനകത്ത് ഇത്രയും ദൈവമക്കൾ വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളതൊരു വലിയ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇത്രയും പേരോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരോടുമാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. ആമേൻ. ദൈവം പുതിയ ഒരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ പോകുന്നു. രാത്രി എന്ന് പറയുന്നത് സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപാർക്കും. ആമേൻ. ഉഷസ്സിലോ ആനന്ദഘോഷം ഉടുപ്പിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ, സങ്കീർത്തനങ്ങൾ, താങ്ക് യു ലോർഡ്.
അതിട്ടില്ലായിരുന്നോ? ആ ഒരു വചനം ഇട്ടില്ല. ഓക്കെ, ഞാൻ എടുക്കാം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. വീപ്പിംഗ് മേ tarry with the night for the night, but joy comes with the morning എന്ന് പറയുന്നത് പോലെ, രാത്രി എന്ന് പറയുന്നത് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സമയം എന്നതുപോലെ നിങ്ങളുടെ ജീവിതം ഈ ഉഷസ്സിലുമായി പോകുന്നുവെങ്കിൽ, പ്രഭാതത്തിലുമായി പോകുന്നുവെങ്കിൽ, ഏപ്രിൽ മാസത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അയക്കുന്നു. വലിയൊരു ബ്രേക്ക് ത്രൂ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ ഈ പ്രഭാതത്തിൽ ദൈവം അയക്കുന്നു. താഴിട്ട് വെച്ച ഇതുപോലെ ആമേൻ സ്തോത്രം, ആ പൈസ പലിശയ്ക്ക് കടം വാങ്ങി 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 ഒരു വല്ലാത്ത അവസ്ഥയിൽ പൊറുതിമുട്ടി നിൽക്കുന്ന, കിടക്കാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഏതോ കുടുംബത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിർജ്ജന പ്രദേശത്ത് ദൈവം നിനക്കായി ഒരു വഴി, നദി ഒരുക്കുന്നു. മരുഭൂമിയിൽ ദൈവം നിനക്കായി ഒരു വഴി ഒരുക്കുന്നു. നിർജ്ജന പ്രദേശം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഉത്ഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ നിന്നാണ്, സമർപ്പണത്തിൽ നിന്നാണ്. ആമേൻ. അദൂത് ആമേൻ. അങ്ങനെ നിൽക്കുന്ന ഏതൊക്കെയോ കടഭാരം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അദൂത് ചെന്ന് പതിക്കുകയാണ് ഈ സമയം. ദൈവം എന്തോ നിങ്ങളിൽ ഈ പുതിയ മാസത്തിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാസത്തിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ സമയം ഉത്ഭവിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കണം. ദൈവസന്നിധിയിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കുക എല്ലാ ദൈവമക്കളും. കർത്താവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, യഹോവേ എന്ന് നിലവിളിച്ചപ്പോൾ ഭക്തന്റെ നിലവാരം ചേഞ്ചായി. യഹോവേ എന്ന് നിലവിളിച്ചപ്പോൾ ആ ഭക്തന്റെ നിലവാരം ചേഞ്ചായി. ഭക്തന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. യഹോവേ എന്നൊന്ന് നിലവിളിച്ചപ്പോൾ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് സൗഖ്യം വന്നു. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ, ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ഏപ്രിൽ മാസം, the month of miracles, അത്ഭുതങ്ങളുടെ മാസം, ഈ ദൈവത്തിന്റെ സാന്നിധ്യം ക്യുമുലേറ്റ് ചെയ്യുന്ന മാസം. യൂട്യൂബിൽ കാണുന്ന എല്ലാ ദൈവമക്കളും, ഗീതാ സുനിൽ, ലിയ വിൽസൺ, ഷെറിൻ സതീഷ്, ബിന്ദു ജോർജ്, മേനക അനിൽ, ജെറിൻ, ഷെറിൻ സതീഷ്, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. പാസ്റ്റർ ബിജു, ഹല്ലേലൂയ, റബാഷിഖതല ബാബ, എൻ്റെ യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹോളി സ്പിരിറ്റ് ലിമാബാല ഖശിഖതബ. പ്രാർത്ഥിക്കുക. എല്ലാവരും അശുദ്ധിയെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ച്. കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയും ഒക്കെയും ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത മേഖലകൾ എൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ പോലും ഓർക്കാത്ത കാര്യങ്ങൾ എൻ്റെ ദൈവം ഓർക്കുന്നു. ഞങ്ങൾ പോലും കണക്കിടാത്ത കാര്യങ്ങൾ എൻ്റെ ദൈവം കണക്കിടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു പിതാവേ. ആമേൻ. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവ, നിന്റെ ഉദ്ദേശങ്ങൾ എത്ര ഘനമായവ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പിതാവേ. ഇപ്പോൾ എല്ലാ അശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന, എല്ലാ അശുദ്ധിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന, അശുദ്ധിയിൽ ഞങ്ങളെ മുക്കാൻ വേണ്ടി വെല്ലുവിളിക്കുന്ന എല്ലാ സ്പിരിറ്റുകളെയും, എല്ലാ അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെയും, എല്ലാ ഇരുട്ടിന്റെ പ്രവൃത്തികളെയും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിനെ നിഷ്ക്രിയമാക്കുന്നു, അതിനെ നിർവീര്യമാക്കുന്നു, അതിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഒഴിവാക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം ദൈവത്താൽ മാനിക്കപ്പെടട്ടപ്പ. ദൈവം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ മാസം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് ഇത്രത്തോളം സ്നേഹിക്കുന്ന വലിയ വിധങ്ങൾക്ക് നന്ദി കർത്താവേ. ഈ പ്രഭാതത്തിൽ ഈ മെഡിറ്റേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ, ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളുടെ സന്ദേശം, ഞങ്ങളുടെ ചാനൽ കർത്താവേ എല്ലാ ദൈവമക്കളിലേക്കും കർത്താവെ അവിടുന്ന് അയച്ച് അന്ത്യകാലഘട്ടത്തിൽ വിശുദ്ധിയുള്ളൊരു ജനത്തെ വാർത്തെടുക്കാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി
ഒരു ജനതയെ പണിതെടുക്കാൻ ദൈവമേ അടിയനെ അധികം പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ച, ഈ മാസം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എനിക്കും എന്നെ കേൾക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്കുമെല്ലാം ഓരോരോ ആവശ്യങ്ങൾ ഈ മാസങ്ങളിൽ ഉണ്ടല്ലോ, ഓരോരോ കർത്തവ്യങ്ങൾ, കടമകൾ ഉണ്ടല്ലോ. അതൊക്കെയും നാഥ ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന്, ദൈവമേ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ അരികിലേക്ക് പരിശുദ്ധാത്മാവെ അവിടുന്ന് അയച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ആരുടെ മുമ്പിലും ലജ്ജിക്കപ്പെടാൻ ഇടവരാതെ വണ്ണം എൻ്റെ ദൈവം ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ വിശ്വസ്തനാകുന്ന ദൈവം. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും കർത്താവായ യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ.